വന്ന അന്ന് മുതൽ അനുമോളുടെ ഒരൊറ്റ കാർഡേ ഉള്ളൂ, ഈ ഒരു വിക്ടിം കാർഡ്. എന്നെ നോക്കുന്നു, വൃത്തി കെട്ടവനാണ്, നശിച്ചു പോവത്തേ ഉള്ളൂ, ഇങ്ങനെ പെരുമാറാമോ, നീ ഒന്നും ഗുണം പിടിക്കത്തില്ല, നീ ഒന്നും എവിടെ എത്തത്തില്ല. ഈ വിക്ടിം കാർഡും പ്രാക്കും പിടിച്ചിട്ടുള്ള ഒരു കണ്ടസ്റ്റൻറ്റ് എങ്ങനെ ഇദ്ദേഹത്തെ പ്രേക്ഷകർ ഇഷ്ടപ്പെടുന്നു എന്നുള്ളത് എനിക്കറിയില്ല. ബിഗ് ബോസിൻ്റെ ഡിസ്കഷൻസ് സോഷ്യൽ മീഡിയയിൽ കണ്ടു തുടങ്ങിയ കാലം മുതൽ കാണുന്ന ഒരു കമൻറ്റാണ്, ഇങ്ങനെയല്ലേ അത്, മാറ്റി നിർത്താനാണെങ്കിൽ കൂടെ നിർത്താനാണ് ഉദ്ദേശം. അങ്ങനെ കൂടെ നിർത്താനായിട്ട് കുറേയധികം ആളുകൾ ആഗ്രഹിക്കുന്ന ഒരു ബെനിഫിറ്റ് അക്ബറിന് കിട്ടുമോ ഇല്ലയോ എന്നുള്ളതാണ് കഴിഞ്ഞ 1-2 ദിവസങ്ങളായിട്ട് എൻ്റെ ഒരു ചിന്ത. പാവം ചെങ്ങായി എന്ന് എപ്പിസോഡ് കണ്ട എനിക്ക് പോലും തോന്നിപ്പോയി. ഞാൻ വളരെ ക്രിട്ടിക്കലായിട്ട് എല്ലാ ഗെയിമേഴ്സിനെയും വളരെ മോശം ഗെയിമർ എന്നുള്ള രീതിയിൽ നോക്കിക്കാണുന്ന ഒരു അരസികനാണെന്ന് നിങ്ങൾക്കറിയാം. എന്നാലും എൻ്റെ മനസ്സലിഞ്ഞു പോയി. എന്തിനാണ് എല്ലാവരും കൂടെ ഈ പാവത്തെ അങ്ങോട്ട് ടാർഗറ്റ് ചെയ്യുന്നത്? പല എപ്പിസോഡുകളിൽ ഞാൻ ഈ ഒരു ടാർഗറ്റ് ചെയ്യുന്ന കാര്യത്തെക്കുറിച്ചിട്ട് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ എടുത്തു പറയത്തക്ക എന്തെങ്കിലും ഗെയിം ഇതല്ലാതെ അക്ബറിനുണ്ട് എന്നുള്ളതിലൊന്നും ഞാൻ വലിയ കാര്യമായിട്ട് പറയുന്നൊന്നുമില്ല. പുള്ളി അങ്ങോട്ട് ഒതുങ്ങിപ്പോയി. ഫാമിലി വീക്ക് അങ്ങോട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് പുള്ളി കംപ്ലീറ്റ്ലി അങ്ങ് ഒതുങ്ങിപ്പോയി. ആദ്യം വളരെ ഇങ്ങനെ എന്താ പറയുന്നത്, ചാർജായി വന്ന, ഭയങ്കര ഹൈപ്പറായി വന്ന ഒരു ഗെയിമറായിരുന്നു. എല്ലാത്തിലും ഇടപെടുന്നു, ചില കുഞ്ഞു പ്രശ്നങ്ങളൊക്കെ എടുത്തിടുന്നു. ശരിക്കും അത് പ്രശ്നങ്ങൾ തന്നെയാണ്, എടുത്തിടേണ്ടതാണ്. അതൊരു പ്രശ്നമാക്കി ബാക്കിയുള്ള ആളുകൾക്കിടയിൽ ഗെയിം കളിക്കുന്നു. അങ്ങനെയൊക്കെ നൈസായിട്ട് തുടങ്ങിയതാണ്. പിന്നെ അസ്ഥാനത്തുള്ള ചില കൗണ്ടർ, അതേപോലെ തന്നെ പല ഹ്യൂമറുകളും ഡാർക്ക് ഹ്യൂമറായി പോകുന്നു എന്നുള്ള ചില കുഴപ്പങ്ങളൊക്കെ ആ ചെങ്ങായിക്ക് ഉണ്ടായിരുന്നുള്ളൂ. എന്തൊക്കെ പറഞ്ഞാലും അയാളെ ഒരു കുത്തിത്തിരിപ്പുകാരനാക്കി, മാനിപ്പുലേറ്ററാക്കി ഇവർ പല എപ്പിസോഡുകൾ വഴി ഇങ്ങനെ ചിത്രീകരിച്ചു. ശരിക്കും പറഞ്ഞാൽ പ്രേക്ഷകരിലേക്ക് ആ ഒരു ഇമേജ് വന്നിട്ടൊന്നുമില്ല. നമുക്ക് അക്ബർ ഒരു മാനിപ്പുലേറ്ററോ കുത്തിത്തിരിപ്പുകാരനോ അല്ലെങ്കിൽ ഇവർ പറയുന്നത് പോലെ ഒരു ദുഷ്ടനോ ആയിട്ട് തോന്നിയില്ല. അതിലിവർ പരാജയപ്പെട്ടു. അക്ബറിനെ മോശക്കാരനായിട്ട് ചിത്രീകരിക്കുന്നതിൽ വലിയ പങ്ക് വഹിച്ചത് ഷാനവാസിന്റെ ചില ഇടപെടലുകളൊക്കെയാണ്. ഷാനവാസ് എന്നും ഷോനവാസ് എന്നും ഒക്കെ ആളുകൾ വിളിക്കാറുണ്ട്. പക്ഷേ എനിക്കിപ്പോൾ അദ്ദേഹം വെറും നവാസാണ്. കാരണം അദ്ദേഹത്തിൻ്റെ ഷോയും ഷായും ഒക്കെ കഴിഞ്ഞ വീക്കെൻഡ് എപ്പിസോഡ് കൊണ്ട് നഷ്ടപ്പെട്ടു. ഇന്നലെ ഗെയിമിൽ നിന്ന് മാറി നിൽക്കുന്ന ഷാനവാസിനെ നമ്മൾ കണ്ടു. അദ്ദേഹത്തിൻ്റെ ഗെയിം എങ്ങനെ പോകുന്നു എന്നുള്ളത് അദ്ദേഹത്തിന് തന്നെ അറിയത്തില്ല. അദ്ദേഹത്തിന് ഒരു അനീഷുണ്ട്, ഒരു അക്ബറുണ്ട്. എപ്പോഴും അക്ബറിനെയും അനീഷിനെയും ഇങ്ങനെ പറഞ്ഞ് പുള്ളി മുന്നോട്ടേക്ക് പോവുകയാണ്. പിന്നെ പെങ്ങന്മാർ നമ്മുടെ ഷാനവാസിക്കാനെ മെയിൽ ഷോവനിസ്റ്റ് എന്ന് വിളിച്ചു. അത് വലിയൊരു പരാതിയായിട്ട് കഴിഞ്ഞ ദിവസം പെങ്ങന്മാരോട് തന്നെ ഷാനവാസ് പറയുകയുണ്ടായി. ഞാൻ മെയിൽ ഷോവനിസ്റ്റ് ആയിരിക്കാം, എന്നാലും നിങ്ങളത് പറയാമോ എന്നുള്ളതാണ് ഷാനവാസിൻ്റെ സ്നേഹം കൊണ്ടുള്ള ഒരു ചോദ്യം. ഷാനവാസിൻ്റെ പരിപാടി എങ്ങനെയാണ്, ലോക്കാക്കി തനിക്ക് ഗുണമാക്കി കളയും. ഇപ്പോൾ അനീഷിനെ തൻ്റെ സുഹൃത്താക്കി ലോക്കാക്കി, ആദിലയും അതേപോലെ തന്നെ നൂറയും തൻ്റെ പെങ്ങന്മാരാക്കി ലോക്കാക്കി. അക്ബറിനെ മാത്രം ലോക്കാക്കാനായിട്ട് കിട്ടാത്തത് കൊണ്ട് അക്ബർ അദ്ദേഹത്തിൻ്റെ ഒരു മുഖ്യ എതിരാളിയായി മാറി. ബാക്കിയുള്ള ആളുകളുടെയൊക്കെ അടുത്ത് നൈസായിട്ട് ഇങ്ങനെ ഡീൽ ചെയ്യുന്നൊരു പരിപാടി. അതേപോലെ ലക്ഷ്മിയെ ഷാനവാസിനങ്ങ് നന്നായിട്ട് ബോധിച്ചു, ലക്ഷ്മിക്ക് ഷാനവാസിനെ നന്നായിട്ട് ബോധിച്ചു. പിന്നെ കണ്ടസ്റ്റൻസിന് ഒരു ചെറിയ തെറ്റിദ്ധാരണയുണ്ട്, ഷാനവാസിന് ഒടുക്കത്തെ സപ്പോർട്ടാണ് പുറത്ത് എന്നുള്ളത്. അത് കുറേയൊക്കെ ഈ പുറത്തുനിന്ന് വന്ന ആൾക്കാരുടെ ഹിൻഡ്, അതേപോലെ തന്നെ സ്ഥിരമായിട്ട് ആവർത്തിക്കുന്ന ബിഗ് ബോസ് കിരീടധാരികളുടെ ഒരു സ്വഭാവം, അതൊക്കെ ഷാനവാസിന് ഉള്ളതുകൊണ്ടായിരിക്കാം ആളുകൾക്ക് അങ്ങനെ ഒരു ചിന്ത ഉണ്ടാവുന്നത്. അതുകൊണ്ടാണ് ആദ്യമൊക്കെ ഷാനവാസിനോട് പറയുന്നത്, നിങ്ങൾക്ക് പുറത്ത് നല്ല സപ്പോർട്ട് ഉള്ളത് കൊണ്ടല്ല ഞങ്ങൾ അങ്ങനെ നിൽക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ അങ്ങനെ പറയുമ്പോൾ തന്നെ അതിനകത്ത് ഏതൊക്കെയോ ഉണ്ട് എന്ന് സാധാരണക്കാർ തോന്നിപ്പോവും. ഇനിയിപ്പോൾ ഇന്നലത്തെ പ്രധാനപ്പെട്ട സംഭവം എന്തായിരുന്നു, അനുമോളുടെ ഒരു ഗെയിം. അനുമോളുടെ ഗെയിമാണോ അനുമോളുടെ സ്വഭാവമാണോ, ഇത് എത്ര കാലമായി തുടങ്ങിയിട്ട്? സ്ത്രീയാണെന്ന് കൺസിഡർ ചെയ്തുകൂടെ, പെൺകുട്ടിയാണെന്ന് കൺസിഡർ ചെയ്തുകൂടെ? ഏത് കാര്യത്തിലാണ് സ്ത്രീയാണെന്നും പെൺകുട്ടിയാണെന്നും നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത്? അങ്ങനെ കൺസിഡർ ചെയ്യുന്നതും അങ്ങനെ മാറ്റി നിർത്തുന്നതും വലിയ അവകാശ ലംഘനമാണ്, സമത്വ വിരോധമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് വലിയ വായിൽ വർത്താനൊക്കെ പറഞ്ഞിട്ടാണ് നമ്മളെല്ലാവരും കൂടെ ഈ പറയുന്ന സമത്വം എന്ന് പറയുന്ന ആ ഒരു മിഥ്യ പുറമോടിയെങ്കിലും ആവിഷ്കരിച്ച് വെച്ചിരിക്കുന്നത്. അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഒരു ഷോയിലേക്ക് വന്നിട്ട്, എല്ലാവരും തുല്യമായി പരിഗണിക്കപ്പെടുന്ന ഒരു ഷോയിലേക്ക് വന്നിട്ട് എൻ്റെ പുറകിൽ നിൽക്കാൻ പാടില്ല. അനുമോൾ നിൽക്കുന്ന സമയത്ത് സ്ത്രീയാണ്, ഗെയിമറാണ്, പാവ പറക്കാൻ വേണ്ടി എല്ലാ ആളുകളും തുല്യമായിട്ട് പോയിന്റുകൾ നേടേണ്ടുന്ന ഒരു ടാസ്കിൽ അനുമോൾ നിൽക്കുന്ന സമയത്ത് ആണുങ്ങൾ എങ്ങോട്ടെങ്കിലും മാറി നിന്നോണം, അല്ലെങ്കിൽ ആരോപണങ്ങൾ അടിച്ചങ്ങോട്ട് ഏൽപ്പിക്കും. എന്നാ വൃത്തിയായിട്ട് ആരോപണങ്ങളാണ്. ഞാനത് ഈ പ്രേക്ഷകരുടെ പോയിന്റ് ഓഫ് വ്യൂവിൽ ഒന്ന് പറയാം. കാരണം ഫേസ്ബുക്കിൽ 1-2 പോസ്റ്റുകൾ ഞാൻ കണ്ടിരുന്നു. അത് കോപ്പി ചെയ്ത് പേസ്റ്റ് ചെയ്തപ്പോൾ അത് എഴുതിയ ആളുടെ പേര് വിട്ടുപോയിട്ടുണ്ട്, ക്ഷമിക്കണം. നിങ്ങളിൽ ആരെങ്കിലുമാണ് എഴുതിയത് എന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാവുന്നതാണ്. എന്തൊരു ദുരന്തമാണ് ഈ സ്ത്രീ, അക്ബറിനോട് ബസ്സിൽ നിൽക്കുന്നത് പോലെ നിൽക്കരുതെന്ന്. അതായത് ബസ്സിൽ സ്ത്രീകൾക്ക് പിറകിൽ തൊട്ടുരുമി ശല്യം ചെയ്യുന്ന ആ വാക്ക് ഞാനിവിടെ ഉപയോഗിക്കുന്നില്ല. ആളെ പോലെയാണോ കൂടെയുള്ള കണ്ടസ്റ്റൻറ്റിനെ താരതമ്യം ചെയ്യുന്നത്? എത്രത്തോളം ഒരു മനുഷ്യൻ്റെ സ്വഭാവത്തെ അടിച്ചമർത്താനും തളർത്താനും വേണ്ടിയാണ് അത് ആരോപിക്കുന്നത്? ഇവളെ സപ്പോർട്ട് ചെയ്ത് ലക്ഷ്മി തന്നെ പറഞ്ഞു അനു അങ്ങനെ പറഞ്ഞത് മോശമാണെന്ന്. ലക്ഷ്മി സപ്പോർട്ട് ചെയ്തു എന്നൊന്നും പറഞ്ഞിട്ട് ലക്ഷ്മിയെ നമുക്ക് അനുകൂലിക്കാൻ പറ്റത്തൊന്നുമില്ല. ലക്ഷ്മിയാണ് ആ ഒരു പ്രശ്നത്തിൻ്റെ മെയിൻ ആയിട്ടുള്ള ഒരു എന്താ പറയുന്നത്, ഈ ചേരുവ ഇട്ട് കൊടുത്ത ആള്. ശരിക്കും പറഞ്ഞാൽ അതൊരു ഗെയിമാണെന്നും
ആ ഒരു ഗെയിമിൽ അങ്ങനെയൊക്കെ ഉണ്ടാവുമെന്നും ആളുകൾ ഇങ്ങനെ പുറകിൽ നിന്നെങ്കിൽ മാത്രമേ ആ ഒരു കൺവെയർ ബെൽറ്റ് വഴി വരുന്ന പാവകൾ ശേഖരിക്കാൻ പറ്റത്തുള്ളൂ എന്നും ഓരോ ആളുകളുടെയും ഫിസിക്ക് അവരുടെ പൊക്കം വണ്ണമൊക്കെ വ്യത്യസ്തമാണെന്നും അതൊക്കെ പറ്റുന്ന ആൾക്കാർ ഇതിനകത്ത് പങ്കെടുത്താൽ മതി എന്നൊക്കെ എല്ലാ ഗെയിമേഴ്സും പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കേണ്ടതാണ്. അവിടെ വയർ കൊണ്ടു എന്ന് ആദ്യം പറഞ്ഞു. വയറല്ല കൊണ്ടത്, വയർ വലിയ പ്രശ്നമുള്ള സംഗതിയൊന്നും അല്ലല്ലോ. വയറുള്ളതുകൊണ്ട് വേറൊരു ഗുണമുണ്ട്, ആളുകൾ തമ്മിൽ അങ്ങോട്ട് മുട്ടണമല്ലോ, വയറ് നടുക്കുണ്ടല്ലോ. അങ്ങനെയൊക്കെ വേണമെങ്കിൽ ചിന്തിക്കാം. ഇതൊന്നും അല്ല ഇവിടുത്തെ പ്രശ്നം. ഇതൊരു ഗെയിമാണെന്നും ഈ ഒരു ഗെയിമിനെ ഇങ്ങനെ നോക്കി കാണണമെന്നും പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കേണ്ട ബോധമുള്ളൊരു ഗെയിമറായിട്ട് അഭിനയിക്കെങ്കിലും ചെയ്യേണ്ട ലക്ഷ്മി വെറുതെ അവിടെ എരുതിയിൽ എണ്ണ ഒഴിച്ചു കൊടുത്തോണ്ടിരുന്നു. അക്ബർ ഒരു ഫിസിക്കൽ സോൾട്ടിന്റെ രീതിയിലേക്ക് ഗെയിമിനെ നോക്കി കാണുന്നു, അങ്ങനെ ഉപദ്രവിക്കുന്നു, ഇങ്ങനെ ഉപദ്രവിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് പറയാതെ പല കാര്യങ്ങളും പറഞ്ഞിട്ട് അനു ആ ഒരു വേർഡ് അനുവിന്റെ സ്റ്റാൻഡേർഡിനനുസരിച്ചിട്ട് യൂസ് ചെയ്ത സമയത്ത് അയ്യോ അത് മാത്രം പറയാൻ പാടില്ല. അതങ്ങനെയാണ്, മറ്റേ ഈ ബർഗർ ഉണ്ടാക്കിയിട്ട് അതിൻ്റെ മുകളിൽ ചെറി വെക്കാൻ പാടില്ല. പക്ഷെ ബർഗർ ഉണ്ടാക്കി പോയില്ലേ, ബർഗറാണ് അവിടെ ഉണ്ടായതും. അങ്ങനെയൊക്കെ ഉള്ളൊരു പരിപാടിയാണ്. സംഭവം എല്ലാം അവിടെ ആവിഷ്കരിച്ചു, എന്നാൽ അതിൻ്റെ മുകളിലുള്ള ഒരു കുഞ്ഞു സാധനം വെക്കരുത് എന്ന് പറഞ്ഞാൽ മറ്റേ എന്തെങ്കിലും ഒരു എസ് എഴുതിയിട്ട് ടൈറ്റിൽ ഇടണ്ട, പക്ഷെ കാര്യം കണ്ടനുണ്ടേ. അപ്പോൾ ഇങ്ങനെയുള്ള പരിപാടി ഒപ്പിച്ച് വെച്ചിട്ട് നമുക്ക് ലക്ഷ്മിയും സപ്പോർട്ട് ചെയ്യാനൊന്നും പറ്റത്തൊന്നുമില്ല. പിന്നെ അനുമോളുടെ കൾച്ചർ അതാണ്, സംസ്കാരം എന്ന് തന്നെ പറയേണ്ടി വരും. സംസ്കാരം, സ്വഭാവം അതാണ്. വന്ന അന്ന് മുതൽ അനുമോളുടെ ഒരു ഒറ്റ കാർഡേ ഉള്ളൂ, ഈ ഒരു വിക്ടിം കാർഡ്. എന്നെ നോക്കുന്നു, വൃത്തി കെട്ടവനാണ്, നശിച്ചു പോവത്തേ ഉള്ളൂ, ഇങ്ങനെ പെരുമാറാമോ, നീ ഒന്നും ഗുണം പിടിക്കത്തില്ല, നീ ഒന്നും എവിടെ എത്തത്തില്ല. ഈ വിക്ടിം കാർഡും പ്രാക്കും പിടിച്ചിട്ടുള്ള ഒരു കണ്ടസ്റ്റൻറ്റ് എങ്ങനെ ഇദ്ദേഹത്തെ പ്രേക്ഷകർ ഇഷ്ടപ്പെടുന്നു എന്നുള്ളത് എനിക്കറിയില്ല. പൊക്കി അടിക്കുന്നവർ പൊക്കി അടിച്ചോട്ടെ, PR ടീമുകാർ പൊക്കി അടിച്ചോട്ടെ. ഞാനൊരു സാധാരണ പ്രേക്ഷകനാണ്. ഇപ്പോൾ എല്ലാ ദിവസവും റിവ്യൂ പോലും ഞാൻ അപ്ലോഡ് ചെയ്യാറില്ല. എനിക്ക് തോന്നുന്ന ദിവസങ്ങളിൽ സമയമുള്ളതുപോലെ ചെയ്യുന്നതാണ്. അപ്പോൾ ഒരു സാധാരണ പ്രേക്ഷകനായിട്ട് ഈ തവണ കൃത്യമായിട്ട് ഞാൻ ഈ ഒരു ഷോയെ വിലയിരുത്തുന്നുണ്ട്. ഒരു സാധാരണ പ്രേക്ഷകൻ ഇത് കണ്ടു കഴിഞ്ഞാൽ എങ്ങനെ തോന്നും? ഒരു നാട്ടിലൊക്കെ ഉള്ള ഇപ്പോൾ എൻ്റെ ജില്ല പറയുകയാണെങ്കിൽ കോട്ടയം ജില്ലയിലുള്ള ഒരു ആൾ ഇത് കാണുന്ന സമയത്ത്, എന്നെപ്പോലുള്ള ഒരാൾ ഇത് കാണുന്ന സമയത്ത് എന്ത് തോന്നുന്നു എന്നുള്ളത് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. അല്ലാതെ ഈ ഗെയിമിൻ്റെ രീതികൾ അങ്ങനെയാണ്, അവിടുത്തെ ഗെയിം ഇങ്ങനെയാണ്, ഇതാണ് ബിഗ് ബോസ്, ഇത് മൈൻഡ് ഗെയിമാണ്, അങ്ങനെ ഒന്നുമല്ല. TV എന്താണോ കണ്ടത്, എന്താണോ തോന്നിയത് അത് മാത്രമേ പറയുന്നുള്ളൂ. അങ്ങനെ നോക്കുമ്പോഴത്തേക്ക് അനുമോളുടെ ആ ഒരു സ്ട്രാറ്റജി നമ്മൾ ആദ്യം മുതൽ കാണുന്നതല്ലേ. എപ്പിസോഡ് മാത്രം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അനുമോളുടെ ഇമാതിരി ആരോപണം, ചീപ്പ് പരിപാടി അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നതല്ല. കരച്ചിൽ നാടകം, സ്ത്രീ കാർഡ് ഇറക്കൽ, ഇരവാദം, അക്ബറിനെ തടിയൻ പൊക്കമുള്ളവൻ എന്നൊക്കെ വിളിച്ചു പോകുന്ന അനുവിനെ മുമ്പ് ജിസയിൽ പൊക്കം കുറവെന്ന് പറഞ്ഞതിന് എന്ത് ഷോ ഇറക്കി നിലവിളിച്ച് കരഞ്ഞവളാണ് ഈ അനുമോൾ. വിക്ടിം കാർഡിൻ്റെ ഏറ്റവും പെർഫെക്റ്റ് എക്സാമ്പിളാണ് അനുമോൾ. ശരിക്കും പറഞ്ഞാൽ അക്ബറിൻ്റെ ഒരു ഫിസിക്കിനെ കുറിച്ചിട്ട് വളരെ മോശമായിട്ട് പറയുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ അക്ബർ അല്ലാതെ എവിടെ പോയി നിൽക്കും? അനുമോളുടെ പിറകിൽ നിൽക്കുന്നില്ല, ഇപ്പുറത്തേക്ക് മാറി നിൽക്കുന്നു. ശരിക്കും പറഞ്ഞാൽ ഒരു ഗെയിമിൽ അങ്ങനെ കോംപ്രമൈസ് ചെയ്യേണ്ട ആവശ്യം എന്താണ്? അൺകംഫർട്ടബിൾ ആയപ്പോൾ മാറി നിന്നോ? ഇല്ല, അനുവിന് ഗെയിം കളിക്കണം, അനുവിന് മാറി നിൽക്കാൻ പറ്റത്തില്ല. അപ്പോൾ അക്ബർ എന്തിനു മാറി നിൽക്കണം? ഇതൊക്കെ എന്തൊരു ഗെയിമാണ്. അതേപോലെ ഫുഡിൻ്റെ കാര്യത്തിൽ എത്ര വെള്ളത്തിൽ ഇവൾ കാൽ വയ്ക്കും? ഇവൾക്ക് തോന്നുമ്പോൾ അവൾക്ക് ഇഷ്ടമുള്ളതൊക്കെ ചെയ്യും, പറയും, അമ്മൂമ്മയ്ക്കും വീട്ടുകാർക്കൊക്കെ വിളിക്കും. അത് ലാലേട്ടൻ ഇനി പറഞ്ഞാലും എനിക്ക് പുല്ലാണ് എന്നുള്ള ലൈൻ. എനിക്ക് പ്രിയപ്പെട്ട ബിഗ് ബോസ് ടീമിനോട് വീക്കെൻഡ് എപ്പിസോഡിൻ്റെ സ്ക്രിപ്റ്റിൻ്റെ കാര്യത്തിൽ ചില സജഷൻസ് ഉണ്ട്. ദയവ് ചെയ്ത് ലാലേട്ടനോട് ഈ ഒരു കാര്യം ചോദിക്കണ്ട എന്ന് പറയണം. നിങ്ങളുടെ സ്ക്രിപ്റ്റ് എന്നായിരിക്കും? അനുമോൾ അമ്മൂമ്മയ്ക്ക് വിളിക്കുന്നത് ശരിയാണോ? അപ്പോൾ അനുമോൾ അമ്മൂമ്മയ്ക്ക് വിളിക്കുന്നത് ശരിയാണ്, അച്ഛനും അമ്മയ്ക്കും വിളിക്കുന്നതാണ് ലാലേട്ടൻ എനിക്ക് തെറ്റ്. എൻ്റെ വീട്ടുകാരെ പറഞ്ഞു, ഞാൻ അതുകൊണ്ട് അമ്മൂമ്മയ്ക്ക് വിളിച്ചു. എന്തുകൊണ്ട് അവൻ അങ്ങനെയുള്ളൊരു സാഹചര്യം ഉണ്ടാക്കാതിരിക്കാനായിട്ട് പറ്റിയില്ല? അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാക്കുന്ന സമയത്ത് അവനല്ലേ ശരിക്കും പറഞ്ഞാൽ അമ്മൂമ്മയെ വിളിപ്പിക്കാൻ വേണ്ടി ഉള്ള മരുന്നിട്ടവൻ. അതുകൊണ്ട് ഞാൻ അമ്മൂമ്മയെ വിളിച്ചു. അപ്പോൾ ലാലേട്ടൻ ചോദിക്കുന്നു, അനുമോൾക്ക് അതിൽ തെറ്റ് തോന്നുന്നില്ലേ? എനിക്കൊരു തെറ്റും തോന്നുന്നില്ല. അനുമോൾ അപ്പോൾ എല്ലാവരുടെയും അമ്മൂമ്മയ്ക്ക് വിളിക്കും, എൻ്റെ അമ്മൂമ്മയ്ക്ക് വിളിക്കുമോ? ലാലേട്ടൻ അമ്മൂമ്മയ്ക്ക് ആണെങ്കിൽ ഞാൻ വിളിക്കും എന്നൊക്കെ പറയിപ്പിക്കുന്ന തരത്തിലുള്ള സ്ക്രിപ്റ്റ് ഒന്നും എഴുതി വെച്ചേക്കരുത്. ഈ സീസണിലെ ആരും, ഷാനവാസൊക്കെ കുറച്ചും കൂടെ അക്സെപ്റ്റ് ചെയ്തിരുന്നു. ഈ സീസണിലെ കണ്ടസ്റ്റൻസിലെ ടീംസ് ഒന്നും ലാലേട്ടനെ ബഹുമാനിക്കുന്ന ആളുകളോ അല്ലെങ്കിൽ തെറ്റ് അക്സെപ്റ്റ് ചെയ്യുന്ന ആളുകളോ ഒന്നും അല്ല പൊതുവായിട്ട്. ഇപ്പം ആദില, നൂറ ഇന്നലെ ഇരുന്ന് സംസാരിക്കുന്നത് കേട്ടില്ലേ? അക്ബർ പറഞ്ഞു നൂറ വെറുതെ ടൂറിന് വന്നതുപോലെയാണ് ബിഗ് ബോസ് ഹൗസിൽ പെരുമാറുന്നത്. ലാലേട്ടൻ അതൊരു ഹിൻ്റായിട്ട് എടുത്ത് ചോദിച്ചാണ്, അതൊരു വലിയ പ്രശ്നമായിട്ട് പറയുന്നു. എന്തിനാണ് അങ്ങനെ ചോദിക്കുന്നത്? ഞാൻ അങ്ങനെയാണോ? ശരിക്കും നൂറ അങ്ങനെ തന്നെയാണ്. നൂറ ഒരു അട്ടർ വേസ്റ്റ് കണ്ടസ്റ്റൻ്റ് ആയിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് ഈ ദിവസങ്ങളിൽ. ആദില പിന്നെ കുറച്ചും കൂടെ നെഗറ്റീവ് ഗെയിമൊക്കെ കളിക്കാനായിട്ട് കോൺഫിഡൻസ് ഉള്ള ഒരു കണ്ടസ്റ്റൻ്റ് ആയതുകൊണ്ട് എന്തൊക്കെയോ അള്ളത്തരോ നുണയൊക്കെ പറഞ്ഞ് കയറി വരുന്നുണ്ട്. നുണയാണ്. ഷാനവാസിൻ്റെയും അനീഷിൻ്റെയും കൂടെ കൂടി അവരുടെ കയ്യിൽ നിന്ന് നല്ല നുണ പറയാനായിട്ടുള്ള സ്കില്ല് നേടിയെടുത്തിട്ടുണ്ട്. നെവിൻ എൻ്റെ പൊന്നു നെവിനെ ഈ നെഗറ്റീവ് ഗെയിം കളിച്ച് കഴിഞ്ഞാൽ ഉള്ള ഇഷ്ടം പോകും. കാരണം വൻ നെഗറ്റീവ് ഗെയിമാണ്. നെവിൻ പല സാഹചര്യങ്ങളിലും പ്രൊവോക്ഡ് ആവുന്നുണ്ട്. അനുമോൾക്കെതിരെയുള്ള ഗെയിം പക്കയാണ്. പക്ഷേ ആ ഒരു ഗെയിമിൽ ചില എലമെൻറ്റുകളുണ്ടല്ലോ. ഇപ്പോൾ ഫുഡ് എന്നൊക്കെ പറയുമ്പോൾ എന്നൊക്കെ നെവിൻ പറഞ്ഞാൽ ഫുഡ് കാണുമ്പോൾ നെവിനെ കൺട്രോൾ പോകും. അപ്പോൾ ഇന്നലെ വൈകിട്ടത്തെ ആ ഒരു രാത്രിയിൽ ഫുഡ് പിടിച്ചു വാങ്ങാൻ വേണ്ടിയുള്ള ശ്രമം അത് നെഗറ്റീവ് ആവും. ഫുഡ് പിടിച്ചു വാങ്ങാനായിട്ടുള്ള ശ്രമം നെഗറ്റീവ് ആവും. പക്ഷേ നെവിൻ അത് ചിന്തിക്കുന്നില്ല. കാരണം ഫുഡ് അവിടെ ഉണ്ട്, അത് പിടിച്ച് പറിച്ച് വേണേൽ കഴിക്കും പുള്ളി.
അത് കൊടുക്കാതിരുന്നുകൊണ്ട് അനുമോൾ രക്ഷപ്പെട്ടു. ആ ഫുഡ് എങ്ങാനും പിടിച്ച് കുറച്ച് നെവിൻ കഴിക്കുമായിരുന്നുണ്ടെങ്കിൽ നെവിൻ്റെ കംപ്ലീറ്റ് ഇമേജ് പോയനെ. ഇനി അടുത്തൊരു പോസ്റ്റ് വായിക്കുകയാണ്. ഈ മോശം ചിന്താഗതി മാത്രമുള്ള അനു എന്ന വ്യക്തിയെ പ്രേക്ഷകരായ നിങ്ങൾക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ലേ? എത്രത്തോളം മോശമാണ് ഇവരുടെ ചിന്തകൾ. അക്ബറിന് ഉയരം കൂടിയത് ആ പാവത്തിൻ്റെ തെറ്റാണോ? നിന്റെ ഈ പൊക്കവും വണ്ണവും നിനക്ക് ഉപകാരമില്ലാതാവുമടാ എന്ന് അക്ബറിനെ പ്രാകാൻ മാത്രം അയാൾ എന്താണ് ഇവളെ ചെയ്തത്? അങ്ങനെയൊക്കെ പറഞ്ഞു. അതൊക്കെ എന്തൊരു വൃത്തികെട്ട പ്രാക്കടി. അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ മോശം കേട്ടോ. കാരണം ഒരു മനുഷ്യനെയൊക്കെ എന്തുവാ, അദ്ദേഹത്തിനും ഇല്ലേ വേണ്ടപ്പെട്ട ആളുകളൊക്കെ. അപ്പം അവരൊക്കെ ഇത് കാണുന്നില്ലേ? ഒരു എപ്പിസോഡ്, ഒരു ലൈവ്, ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ തന്നെ അക്ബറിനിപ്പോൾ ഒരു ഗെയിമും ഇല്ലയെന്ന് വിചാരിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. ആ പാവം ഏതോ സൈഡിലേക്കായിപ്പോയി. അയാൾ സൈഡിലേക്കായി പോയതിൻ്റെ ഒരു വിഷമത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. അപ്പോഴത്തേക്ക് നമുക്ക് ആ ഒരു ഗെയിമിനെതിരെ വോട്ട് കൊടുക്കാൻ പറ്റാത്ത സാഹചര്യത്തിൽ അയാൾക്ക് സഹതാപ വോട്ട് കൊടുക്കേണ്ട സാഹചര്യത്തിലേക്ക് ഇതുകൊണ്ട് തള്ളിയിടുന്നുണ്ട്. മാറ്റി നിർത്താനാണ് ഉദ്ദേശം എന്നുണ്ടെങ്കിൽ ചേർത്ത് നിർത്താനാണ് പ്ലാൻ എന്ന് പറയുന്നത് പോലെ ആക്കി കളഞ്ഞു നമ്മളെ. ഇത് ബിഗ് ബോസ് ഗെയിമാണ്. പുറത്ത് PR ഏൽപ്പിച്ച് കള്ളത്തരവും കാണിച്ച് ഷോയിലേക്ക് വന്നത് ഒളിഞ്ഞു നോക്കി കുൽസിതം കണ്ടുപിടിക്കാനാണെന്നാണോ അനു വിചാരിച്ചത്? അത് അനുവിൻ്റെ ഒരു ഗെയിമാണ്. പിന്നെ അനുവിൻ്റെ PR-കാരും അത്തരത്തിലുള്ള കുൽസിത PR-കൾ വെച്ചിട്ടാണ് ചെയ്യുന്നത്. അനുവിൻ്റെ PR-കാരും പിന്നെ പക്കയാണ്. അത് മറ്റേ കുൽസിത ടീമുകളാണ് ഇതിൻ്റെ മെയിൻ. ആ പുതപ്പ് കേസൊക്കെ എന്തോരം വലിയ പ്രശ്നമാക്കി ഇവർ മാറ്റി. അനു എന്ന സ്ത്രീ ഇത് 2ാം തവണയാണ് പ്രൈവറ്റ് ബസ്സിൽ ചാരുന്നതിൻ്റെ കാര്യം പറയുന്നത്. ഇതുവരെ ബിഗ് ബോസ് മലയാളം ചരിത്രത്തിൽ പോലും ആരും പറയാത്ത, മനസ്സിൽ പോലും ചിന്തിക്കാത്ത കാര്യങ്ങളാണ് ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. തീരെ നിവൃത്തിയില്ലാത്ത വീട്ടിൽ വാഹന സൗകര്യമില്ലാത്ത സാധാ ആണുങ്ങളാണ് ഈ കാലത്ത് ബസ്സിൽ യാത്ര ചെയ്യുന്നത്. ആരെങ്കിലും ഒരാൾ എവിടെയെങ്കിലും ചെയ്യുന്ന തെറ്റിന് ഒരു സമൂഹത്തെ മൊത്തത്തിൽ മോശമാക്കാൻ അനു പലപ്പോഴും ശ്രമിക്കുന്നത് വളരെ ചീപ്പാണ്. അക്ബർ ഗെയിം സ്റ്റാർട്ട് ചെയ്ത നിമിഷം ഇവളുടെ പുറകിൽ വന്നു നിന്നു. അപ്പോഴേ അനു കുൽസിത ചിന്ത തുടങ്ങി. പ്രൈവറ്റ് ബസ്സിൽ പിറകിൽ ചാരുന്ന പോലെ നീ ചാരുന്നു അക്ബറെ എന്ന് പറഞ്ഞു. നെവിനെ കടിച്ച് അനുവിനോട് ഒറ്റ കാര്യം നെവിൻ പറഞ്ഞത് വളരെ നന്നായി. നീ ഫുൾ ടൈം ഞരമ്പ് വർത്താനം പറയുന്ന ആളല്ലേ മോളെ, കഷ്ടം തന്നെ. വിമൻ കാർഡ്, വിക്ടിം കാർഡ്, സദാചാര കാർഡ്, കരസിൽ നാടകം, ഇതൊക്കെ എടുക്കണമെങ്കിൽ വീട്ടിലിരുന്നാൽ പോരെ ഇവൾക്ക്. ആളുകളുടെ ന്യായമായിട്ടുള്ള ചില ചോദ്യങ്ങളാണ്. നെവിൻ പറഞ്ഞ ചോദ്യങ്ങളും കറക്റ്റാണ്. നെവിനെയും ആര്യനെയൊക്കെ കടിക്കുകയും മാന്തുകയും പോലുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അതന്നെ ഫിസിക്കൽ അസോൾട്ട് അല്ലേ? അത് തിരിച്ച് ഏതെങ്കിലും ഒരാണ് ഏതെങ്കിലും ഒരു കണ്ടസ്റ്റൻറ്റിനെതിരെ ചെയ്തു കഴിഞ്ഞാൽ എന്നെ വിഷയമായേനെ. എന്തോരം പ്രിവിലേജുകളും അതിൻ്റെ കാർഡുകളുമാണ് ഇവർ യൂസ് ചെയ്യുന്നത്. ചില കാര്യങ്ങൾക്കിടെ പറയാനുണ്ടായിരുന്നു. അത് പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ ഒരു വലിയ ഹേറ്ററാക്കും. എന്നെ ഹേറ്ററാക്കരുതേ. എനിക്ക് ഉള്ള വിഷമം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരാളിങ്ങനെ നെഗറ്റീവിലേക്ക് പോകുന്നതിൻ്റെ വിഷമമാണ്. നെഗറ്റീവിലേക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ അവരെ തിരിച്ചു കൊണ്ടുവരാനായിട്ട് പറ്റത്തില്ല. അനുമോളൊക്കെ പോയി കഴിഞ്ഞാൽ ഒന്നാമത് ഒരു വിമൻ കണ്ടസ്റ്റൻ്റ് ആണ്. നമ്മൾ ആ ഒരു കാർഡ് അങ്ങോട്ട് ഇറക്കാം. വിമൻ കണ്ടസ്റ്റൻ്റ് ആണ്. നെഗറ്റീവിലേക്ക് പോയി കഴിഞ്ഞാൽ ഈ പറയുന്ന PR ആയിട്ട് അഭിനയിക്കുന്ന ആളുകളും ഇപ്പോൾ എന്തെങ്കിലും ബെനിഫിറ്റിന് വേണ്ടി നിൽക്കുന്ന ആളുകളും ഈ കുൽസിത കഥയും വൃത്തികെട്ട പേരിട്ട് വിളിയും പരിപാടിയൊക്കെ ആയിട്ട് അങ്ങ് തുടങ്ങും. കുറച്ചും കൂടെ ഈ ബിഗ് ബോസിനെയൊക്കെ നമ്മളൊന്ന് മനസ്സിലാക്കുക. നമ്മുടെ നാട്ടിൽ ഒരു മൈൻഡ് ഗെയിം മനസ്സിലാക്കിയ ആളുകൾ വോട്ട് ചെയ്യുന്ന പരിപാടിയൊന്നുമല്ല. പേഴ്സണാലിറ്റിയാണ് വോട്ട് ചെയ്യപ്പെടുന്നത്. കട്ടെടുത്ത് കഴിഞ്ഞാൽ കട്ടെടുക്കുന്ന സാഹചര്യങ്ങൾ രസകരമല്ല എന്നുണ്ടെങ്കിൽ അവൻ കട്ടെടുത്ത് ശരിയായില്ല എന്ന് നമ്മൾ പറയും. അല്ലാതെ മൈൻഡ് ഗെയിമാണ്, ഇത് കട്ടെടുക്കേണ്ട ടാസ്ക്കാണെന്ന് നമ്മൾ പറയില്ല. അപ്പോൾ ഇത് ആളുകളുടെ മൈൻഡ് നോക്കി, സിറ്റുവേഷൻ നോക്കി കാര്യങ്ങൾ ആവിഷ്കരിക്കാം. അതാണ് ഗെയിം. അതാണ് ഇവിടുത്തെ മൈൻഡ് ഗെയിം. സിറ്റുവേഷൻ നോക്കി ആവിഷ്കരിക്കുക. ഇനി എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് പെട്ടെന്നൊന്ന് വന്നു കഴിഞ്ഞാൽ, രാവിലെ ലക്ഷ്മി, അതേപോലെ തന്നെ അനീഷ്, അനുമോൾ, അവരുടെ ഒരു കിച്ചൺ വാഗ്വാദമാണ് നമ്മൾ കണ്ടത്. അനുമോൾ പാലെടുത്തു, വെള്ളമൊഴിച്ചു, അടുപ്പിൽ വെച്ച് പിരിഞ്ഞുപോയി. പാല് ചൂടാവുന്ന സമയത്ത് അറിയത്തുള്ളൂ പിരിഞ്ഞു പോവില്ലയോ എന്നുള്ളത്. ലക്ഷ്മിക്കൊക്കെ എന്നാ പോകുന്നുണ്ട്, അടുക്കള വല്ലതും കയറിയിട്ടുണ്ടോ? എനിക്കറിയത്തില്ല. ലക്ഷ്മിയുടെ ഒക്കെ ഓരോ ഡയലോഗൊക്കെ. അപ്പോൾ പിരിഞ്ഞു പോയ പാല് സൂക്ഷിച്ച് വെക്കൂ, നമുക്കത് ഇന്ന രീതിയിലേക്ക് മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളായിട്ട് മാറ്റി വയ്ക്കാം എന്നൊക്കെയുള്ള വലിയ സജഷൻസ് ഒക്കെയാണ് കൊടുക്കുന്നത്. പനീർ ഉണ്ടാക്കാം അത് വെച്ചിട്ട്. പാവം മനീഷ്, കുറച്ച് പാല് തരുമോ, കുറച്ച് പ്രോട്ടീൻ അല്ലേ? ആ പ്രോട്ടീൻ എന്ന് പുള്ളി പറഞ്ഞില്ല. പ്രോട്ടീൻ എന്ന് പറഞ്ഞത് ലക്ഷ്മിയാണെന്ന് തോന്നുന്നു. പ്രോട്ടീൻ വേസ്റ്റ് ചെയ്തു എന്ന് പറഞ്ഞത് നെവിനാണ്. കുറച്ച് പിരിഞ്ഞ പാല് തരുമോ, അയാൾക്ക് കൊടുത്തു വിടുക. അയാൾ അതിനകത്ത് മുളകും കണ്ടൊക്കെ ഇട്ടിട്ട് കുടിക്കുന്നുണ്ട്. എന്തെങ്കിലുമൊക്കെ ആയിക്കോട്ടെ. ഇതാണ് കൂടുതൽ ഫുഡ് കൊടുക്കണ്ട എന്ന് ബിഗ് ബോസ് ടീം പറയുന്നത്. എന്തെങ്കിലുമൊക്കെ കേട് വന്നെങ്കിൽ പോലും ഇപ്പോഴത്തെ ഒരു സാഹചര്യം കൊണ്ട് അത് കഴിക്കാനായിട്ട് അവർ റെഡിയാണ്. പക്ഷെ പാല് പിരിഞ്ഞു പോയത് കഴിച്ചു കഴിഞ്ഞാൽ വയറിളകും ചില സാഹചര്യങ്ങളിൽ എന്നുള്ളതല്ലാതെ പ്രത്യേകിച്ച് സംഭവമൊന്നും ഉണ്ടാവാറില്ല എന്ന് എനിക്ക് തോന്നുന്നു. എന്താണെങ്കിലും അനുമോൾ തൈരെടുത്തിട്ട് ചൂടാക്കി എന്നുള്ള ഒരു മെസ്സേജ് അവിടേക്ക് പോയി. ക്ലിയറായിട്ട് പറഞ്ഞു കൊടുക്കാനായിട്ടുള്ള ബോധം അനുമോൾക്കില്ലാത്തത് കൊണ്ടോ, അല്ലെങ്കിൽ ആ ഒരു പ്രശ്നം അങ്ങനെ വളരട്ടെ എന്ന് വിചാരിച്ചത് കൊണ്ടോ ഒക്കെ ആണോ എന്ന് എനിക്കറിയില്ല. ആ ഒരു ഡിസ്കഷൻ ഇത്തിരി നീണ്ടു പോകുന്നുണ്ട്. പല ആളുകൾക്കും വലിയ ഐഡിയ ഒന്നുമില്ല. ഷാനവാസ് എന്തോ ഇന്നലെ വളരെ ഡീസൻ്റ് ആയിരുന്നു. എല്ലാ കാര്യങ്ങളിലേക്കും ഇടപെട്ടിട്ട് അതെന്തിനാണ് പറയണത്, ഇത് വീട് എന്നുള്ളൊരു മൂഡായിരുന്നു. അപ്പോൾ അനീഷിൻ്റെ ഒരു വിട്ടുകൊടുക്കൽ. എന്താണ് എല്ലാവരും സംസാരിക്കുന്നത്? അനുമോളില്ലെങ്കിൽ സ്വാദിഷ്ടമായിട്ടുള്ള ഭക്ഷണം കിട്ടുമോ? സ്വാദിഷ്ടമായിട്ടുള്ള ഭക്ഷണം കഴിക്കാൻ വേണ്ടിയല്ല ഇങ്ങടേക്ക് വന്നത് എന്ന് ലക്ഷ്മി. എല്ലാവരും വലിയ മാസമൊക്കെ ആയിട്ട് BGM ഒക്കെ ഇട്ടിട്ട് ആഘോഷിക്കുന്നത് കണ്ടു.
ബിഗ് ബോസിലേക്ക് വരികയാണ്. സ്വാദിഷ്ടമായിട്ടുള്ള ഭക്ഷണം ഉണ്ടാക്കാൻ വേണ്ടി ഒരാളവിടെ ഉണ്ട്, അവരത് ഉണ്ടാക്കുന്നുണ്ട്, കഴിക്കുന്നുണ്ടെങ്കിൽ അതും ഗെയിമാണ്. അല്ലാതെ ഇവിടെ വന്നിട്ട് ഒരുമാതിരി അരസികയായിട്ട് കണ്ടവരെ വീട്ടിൽ കയറ്റത്തില്ല എന്ന് പറഞ്ഞ് വെറുപ്പും പ്രചരിപ്പിച്ച് ഒരു മൂലക്കിരുന്ന് കുറ്റവും പറഞ്ഞ് പോകുന്നതിനകത്ത് അത് ഗെയിമാണെന്ന് ലക്ഷ്മി വിചാരിക്കുന്നു. അല്ല, സന്തോഷകരമായിട്ട് പോവുകയും നന്നായിട്ട് ഭക്ഷണം കഴിക്കുകയും കാര്യങ്ങൾ പ്ലാൻ ചെയ്ത് മുന്നോട്ടേക്ക് പോവുകയും ചെയ്യുന്നതും ഇതിൻ്റെ ഒരു പാർട്ടാണ്. അതും നന്നായിട്ട് ചെയ്യണം. അപ്പോൾ സ്വാദിഷ്ടമായിട്ടുള്ള ഭക്ഷണത്തെ നമുക്ക് അങ്ങനെ തള്ളിക്കളയാൻ പറ്റത്തില്ല. പക്ഷേ അനുമോൾ സ്വാദിഷ്ടമായിട്ടുള്ള ഭക്ഷണം ഉണ്ടാക്കുന്നതുകൊണ്ട് അനുമോളുടെ എല്ലാ തോന്നിയാസവും അക്സെപ്റ്റ് ചെയ്യണം എന്നുമില്ല. നെവിൻ അവിടെ കുറച്ച് ഓവർ ഷോ ഓഫ് ഒക്കെ കാണിക്കുന്നുണ്ട്. ഇവളെന്നാ കിച്ചൺ ഭൂതമോ എന്നൊക്കെ ചോദിക്കുന്നു. ഷാനവാസ് വെറുതെ മലർന്ന് കിടന്ന് തുപ്പണ്ട എന്നുള്ളൊരു കമൻറ്റ് അവിടെ അടിച്ചിട്ട് പോകുന്നു. ഒരു കവർ പാൽ വെച്ചിട്ട് 10 ചായയാണ് അവരെടുക്കുന്നത്. 10 ചായ എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്, അതവിടെ സംസാര വിഷയമാവുന്നുണ്ട്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, ഒരു കവർ പാലിൽ ഞങ്ങളുടെ വീട്ടിലൊക്കെ 4 ഗ്ലാസ് ചായയൊക്കെയാണ് എടുക്കുന്നത്, മാക്സിമം പോയി കഴിഞ്ഞാൽ 5. ഈ 10 എണ്ണം എടുക്കുമ്പോഴത്തേക്ക് കടുപ്പില്ല എന്നുണ്ടെങ്കിൽ ഇത് വെറും വാട്ടവെള്ളം, പാലും വെള്ളം പോലെ ഇരിക്കും. പാലും വെള്ളം പിന്നെയും കുടിക്കാം. പാലും വെള്ളം എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടല്ലോ, അത് ശരിക്കും പറഞ്ഞാൽ പാലാണ്. പാലും വെള്ളം എന്നൊക്കെ കടയിൽ പറയുന്ന കേൾക്കാം. ഇതിനകത്ത് കടുപ്പം കുറവാണെന്നുണ്ടെങ്കിൽ വെറും വാട്ടയായിരിക്കും. ആ ഒരു വാട്ട ചായ കുടിക്കാൻ ആരും റെഡിയല്ല. അനുമോൾ അങ്ങനെ ഒരു ചായ എടുക്കുന്നതിനോട് അവർക്ക് താല്പര്യമില്ല. നൂറ് അങ്ങനെ ഒരു ചായ എടുക്കാം എന്നുള്ളൊരു സജഷൻ ആദില പങ്കുവെക്കുകയാണ്. ആദില 100 അവർ പ്ലാൻ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ പർപ്പസ്ഫുള്ളി ഒരു ഫൈറ്റ് ഉണ്ടാക്കുകയല്ലേ ബേബിനെയൊക്കെ എവിടെയെങ്കിലും മാറ്റിക്കൊണ്ടിട്ട് താരാട്ടൊക്കെ പാടി ഉറക്കുക, അല്ലെങ്കിൽ പറഞ്ഞ് വീട്ടിലേക്ക് വിടുക. എന്തൊരു ബേബി ഗെയിമാണ്. ഈ 2 പേര് ഈ സീസണിൻ്റെ ഏറ്റവും വലിയ ബാധ്യതയാണ്. അനാവശ്യമായിട്ടുള്ള പ്രിവിലേജ് ഉള്ള 2 കണ്ടസ്റ്റൻസ് എങ്ങനെ നിൽക്കുന്നു? അവർ സെപ്പറേറ്റ് ഫാൻ ബേസ് ഉണ്ട് കേട്ടോ, അത് വലിയൊരു കാര്യമാണ്. ഇതിനുശേഷം വീക്കിലി ടാസ്ക് അനൗൺസ് ചെയ്യുകയാണ്. പാവശാസ്ത്രം എന്നുള്ളതാണ് വീക്കിലി ടാസ്ക്. പാവകൾ ഇങ്ങനെ പീസായിട്ട് വരുന്നു. അതൊരു കൺവെയർ ബെൽറ്റിൽ കൂടെ വരുന്നു. ഒരു ശബ്ദം, മരിച്ചു പോയിട്ടുള്ള ഒരു കലാകാരൻ ഉണ്ടായിരുന്നല്ലോ, അത്ഭുത ദ്വീപ് എന്ന സിനിമയിലെ ആ മന്ത്രിയായിട്ടുള്ള ഒരു ചെറിയ ചേട്ടൻ, പുള്ളിയുടെ സൗണ്ടാണെന്ന് തോന്നുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ സൗണ്ടിൻ്റെ അകമ്പടിയോടെ പാവകൾ ഇങ്ങനെ പീസായിട്ട് വരികയാണ്. അപ്പോഴാണ് അക്ബർ പുറത്തേക്ക് കിടക്കുന്നു, വൃത്തി കേട്ടവൻ എന്നൊക്കെയുള്ള കമൻറ്റ് അനുമോളുടെ ഭാഗത്തു നിന്ന് വരുന്നത്. ലക്ഷ്മി പറയുന്നു ബോഡി വെയിറ്റ് കൊടുക്കരുതേ. ലക്ഷ്മി ഭയങ്കര, അതൊരു സ്ട്രാറ്റജിയാണ് കേട്ടോ. ബഹളം ഉണ്ടാക്കിയിട്ട് അതിനിടയ്ക്കൂടെ സാധനം അടിച്ച് മാറ്റുന്ന ഒരു സ്ട്രാറ്റജി. ബോഡി വെയിറ്റ് കൊടുക്കരുത്, അങ്ങനെ ചെയ്യരുത്, ഇങ്ങനെ ചെയ്യരുതെന്ന് പറഞ്ഞ ആളുകളെ പാനിക്കൊക്കെ അവിടെ നിന്ന് അകറ്റി നിർത്തിയിട്ട് ലക്ഷ്മിക്ക് കളിക്കാൻ അറിയാം. അനുമോൾ അങ്ങനെയല്ല. അനുമോൾ പാവ എടുക്കണം എന്നുണ്ടെങ്കിൽ എല്ലാവരും ചുറ്റിനും മാറി നിന്നിട്ട് അനുമോൾ എടുത്തോളൂ, അനുമോൾ പാവ എടുത്തുകൊണ്ട് പോയിക്കോളൂ എന്ന് പറഞ്ഞിട്ട് നിൽക്കണം എന്നുള്ളതാണ്. ശരിക്കും ലക്ഷ്മി കളിക്കുന്ന പോലെയാണ് ശരിക്കും ബിഗ് ബോസ് കളിക്കേണ്ടത്. അവരെ ആരും തൊട്ടെന്നോ പിടിച്ചെന്നോ ഉള്ള പരാതികൾ അവരുടെ ഭാഗത്തുനിന്ന് കേൾക്കത്തില്ല. അവർക്ക് നിൽക്കാനറിയണം, കളിയിൽ നിൽക്കാനായിട്ട് അറിയണം. അത് ശരിക്കും പറഞ്ഞാൽ അറിയത്തില്ല എന്നുണ്ടെങ്കിൽ അത് ആ ഗെയിമറുടെ കുഴപ്പമാണ്. ആദ്യത്തെ റൗണ്ട് പാവകൾ വരുന്നു, എല്ലാ ആൾക്കാരും അവർക്ക് വേണ്ട പാവകളൊക്കെ അവിടെ നിന്ന് നോക്കി എടുത്തിട്ടൊക്കെ ഓടുന്നു. നല്ല രീതിയിൽ എഫേർട്ട് എല്ലാവരും ഇടുന്നുണ്ട്. ഷാനുക്ക മാത്രം മാറി നിൽക്കുകയാണ്. അനുമോളുടെ മൂക്കിൽ നിന്ന് ചോര വന്നു. ഒരു പെൺകുട്ടിയല്ലേ, ആൺകുട്ടിയല്ലല്ലോ, നീ ഒന്നും ഒരിടത്തും എത്തത്തില്ലടാ, ഇതൊന്നും കൊണ്ട് നീ ഒരിടത്തും എത്തത്തില്ലടാ എന്ന് പറഞ്ഞിട്ടുള്ള അനുമോളുടെ പ്രാക്ക്. ലക്ഷ്മി പറഞ്ഞു അക്ബർ നീ ചെയ്തു, നീ സോറി പറയണം. എന്തിന് സോറി പറയണം? മര്യാദയ്ക്ക് പറയുകയാണെന്നുണ്ടെങ്കിൽ സോറി, ഓക്കെ, അറിയാതെ അങ്ങനെ സംഭവിച്ചു, നിനക്ക് ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടെങ്കിൽ സോറി എന്ന് പറയാം. ഇത് അയാളെ അങ്ങ് വൃത്തികെട്ടവനാക്കി ചിത്രീകരിച്ചതിന് ശേഷം സോറി പറയുമ്പോൾ എന്താണ് ആളുകൾ വിചാരിക്കുക? ശരിക്കും ലക്ഷ്മി അവിടെ ഉദ്ദേശിക്കുന്നത് അങ്ങനെ സോറി പറയിപ്പിച്ചിട്ട് ഈ ഒരു സംഭവം വാലിഡ് ആക്കുക എന്നുള്ളതാണ്. ലക്ഷ്മിയുടെയൊക്കെ ഒരു ചീപ്പ് സ്ട്രാറ്റജി നമുക്ക് മനസ്സിലാവത്തില്ലേ? ഇവിടെയാണ് മറ്റേ ബസ്സിൻ്റെ കമൻറ്റ് അനുമോൾ പറയുന്നത്. അത് പറയരുതെന്ന് ലക്ഷ്മി പറയുന്നുണ്ട്. ഇവിടെ അനുമോൾ അക്ബറിനെ എന്തുകൊണ്ടാണ് പ്രേക്ഷകർ സപ്പോർട്ട് ചെയ്യുന്നത്, അവർക്ക് ബോധമില്ല എന്നുള്ള രീതിയിലുള്ള ചില കമൻറ്റുകളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവർക്ക് ബോധമുണ്ടല്ലോ, അതുകൊണ്ടാണല്ലോ അവർ മറുപടികൾ ഫേസ്ബുക്കിലൊക്കെ കൊടുക്കുന്നത്. അതിനുശേഷം അക്ബർ അനീഷിൻ്റെ സൈഡിലേക്ക് പോവുകയാണ്. അനീഷിൻ്റെ തുടക്കത്തിലെ വിക്ടിം കാർഡാണല്ലോ അക്ബർ എന്നൊക്കെ പറഞ്ഞിട്ട് അലറിയിട്ടാണ് ഗെയിം കളിക്കുന്നത്. അക്ബർ അനീഷിൻ്റെ ഒന്നും എടുക്കാനായിട്ട് ശ്രമിച്ചില്ല, അല്ലെങ്കിൽ ഓവറായിട്ടുള്ള ഒരു പരിപാടി അക്ബറിൻ്റെ ഭാഗത്ത് നിന്ന് വന്നിട്ടില്ല. വെറുതെ അങ്ങോട്ട് അലറുകയാണ്, വിക്ടിം കാർഡിന് അങ്ങേറ്റം. പിന്നീട് നമ്മൾ കാണുന്നത് അനുമോളുടെ പാവ പിടിച്ച് പറിക്കുന്ന നെവിനെയും ആര്യനെയൊക്കെയാണ്. അങ്ങനെ നെവിൻ ഒരു പാവ എടുത്തുകൊണ്ട് പോയി എന്ന് പറഞ്ഞിട്ടുള്ളൊരു കരച്ചിലും പരിപാടിയൊക്കെ. എന്തൊരു ഗെയിമാണ്. അപ്പോൾ അനു നെവിനെ കടിച്ചു മാന്തി എന്നൊക്കെ പറഞ്ഞിട്ട് നെവിൻ്റെ പരാതികൾ, ആ ഒരു പരാതിയിൽ കഴമുണ്ട് കേട്ടോ. അത്രയും വലിയ കടിയും മാന്തമൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ അത് പറയേണ്ടത് തന്നെയാണ്. അനീഷിന് 3ാം റൗണ്ടിൽ പാവ എടുക്കാനായിട്ട് താല്പര്യമില്ല, കാരണം കയ്യിലുള്ളത് നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. ഷാനവാസ് അത് കീപ്പ് ചെയ്യാമെന്ന് പറയുന്നു. നവാസിക്ക വലിയ ഒരു മാന്യനായതുകൊണ്ട് തന്നെ അനീഷിന് അത്ര വിശ്വാസമൊന്നും പോരാ. അതിനുശേഷം മറ്റേ പാവ ടാസ്ക് അവസാനിക്കുകയാണ്. ആ ഒരു റൗണ്ട് വീക്കിലി ടാസ്കിൻ്റെ അവസാനിക്കുകയാണ്. ആളുകളുടെ പോയിന്റുകളും അവർ കിട്ടിയ പാവകളുടെ എണ്ണവും ഞാനൊന്ന് വായിക്കാം. ഒരു കാര്യം പറയാൻ വിട്ടുപോയി കേട്ടോ, അക്ബറിൻ്റെ പാവ അടിച്ചുകൊണ്ട് പോയി, ആദിലാണ് അടിച്ചുകൊണ്ട് പോയത്. എന്നാൽ ആദിലയുടെ നുണ പറയാനുള്ള സ്കില്ല് കാരണം അത് അധികം ആളുകൾ അറിഞ്ഞില്ല. നെവിൻ ഒരെണ്ണം എടുത്തായിരുന്നു. നെവിനെതിരെ ഒരു ആരോപണമൊക്കെ വന്നു. നെവിൻ ഇത്തിരി അടിച്ചുമാറ്റും കാര്യങ്ങളൊക്കെ ഗെയിമിൻ്റെ ഭാഗമായിട്ട് ചെയ്യുന്നുണ്ട്. എന്നാലും ഈ സിറ്റുവേഷനോട് അത് യോജിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവർ പ്ലാൻ ചെയ്തിരുന്നു, ഈ പാവയൊന്നും അടിച്ച് മാറ്റരുത്, അല്ലെങ്കിൽ നമുക്ക് മര്യാദയ്ക്ക് കളിക്കാമെന്നുള്ളൊരു പ്ലാൻ ഇട്ടിരുന്നു. അപ്പോൾ നേരത്തെ ഏതോ ഒരു ഗെയിമിൽ അക്ബർ, ഏത് ഗെയിമാണ്, മറ്റേ ഫാക്ടറി ടാസ്കിൽ അക്ബർ അങ്ങനെ ഒരു പ്ലാന് വിരുദ്ധമായിട്ട് കളിച്ചു എന്നൊക്കെ പറഞ്ഞു. പക്ഷെ അത്
അത് വേറൊരു ഗെയിമല്ലേ, അതൊരു ഇമ്മ്യൂണിറ്റി കിട്ടാതിരിക്കാൻ വേണ്ടിയുള്ളൊരു ഗെയിമാണ്. ഇവിടെ ശരിക്കും പറഞ്ഞാൽ ഫെയർ ആയിട്ട് കളിക്കായിരുന്നു, പക്ഷേ ഓരോ ആളുകളുടെ ഒരു ചോയ്സാണ്. അപ്പോൾ അനുമോൾക്ക് 24 പാവകളുണ്ട്, 120 പോയിൻ്റാണ്. ലക്ഷ്മിക്ക് 13 പാവകൾ 60 പോയിൻറ്റ്, ഷാനവാസ് 0, അനീഷിന് 24 പാവകൾ 120 പോയിൻറ്റുകൾ, നെവിന് 19 പാവകൾ 95 പോയിൻറ്റുകൾ, അക്ബറിന് 0 ആണ്, അക്ബറിൻ്റെ അടിച്ചുകൊണ്ട് പോയി. അപ്പോൾ ബാക്കിയുള്ളത് ആരിന് കൊടുത്തു എന്ന് തോന്നുന്നു. സാബുമോന് 0 ആണ്, നൂറയ്ക്ക് 4 പാവകൾ 20 പോയിൻറ്റുകൾ, ആദിലയ്ക്ക് 18 90 പോയിൻറ്റുകൾ, ആരിന് 29 140 പോയിൻറ്റ്. അപ്പോൾ ആരിനാണ് ഈ ഒരു ടാസ്കിൽ മുന്നിട്ട് നിൽക്കുന്ന കണ്ടസ്റ്റൻറ്റ്. ഇതിനുശേഷം അക്ബറിൻ്റെ ഒരു വിങ്ങിപ്പൊട്ടൽ, അത് ഫേക്കാണെന്നൊക്കെ ആളുകൾ പറയുന്നു. ഒരു സൈഡിൽ ആരിനും നെവിനും ഇരുന്ന് സംസാരിക്കുന്നുണ്ട്. അക്ബറിൻ്റെ പാവ 3-4 പോയതുകൊണ്ടോ അല്ലെങ്കിൽ കുറേ പാവകൾ ആൾക്കാർ അടിച്ചുകൊണ്ട് പോയതുകൊണ്ടോ അല്ല അക്ബർ കരഞ്ഞത് എന്നുള്ളത് നമുക്കൊരു മിനിമം കോമൺ സെൻസ് വെച്ചിട്ട് മനസ്സിലാവുമല്ലോ. ആ ഒരു ഇവൻറ്റ്, ആ ഒരു ടോട്ടൽ ഇവൻറ്റിൽ അയാളെടുത്തൊരു സ്ട്രെസ്സുണ്ട്, അയാളെ പറഞ്ഞ ആരോപണങ്ങളുണ്ട്, ലക്ഷ്മി സംസാരിച്ച ഒരു രീതിയുണ്ട്. അങ്ങനെ ഒരു സിറ്റുവേഷനിൽ ആരാണെങ്കിലും ഇമോഷണലി ഡൗൺ ആയി പോകും. കാരണം അത്ര മോശമായിട്ടുള്ള ആരോപണങ്ങളല്ലേ. എന്തൊരു സ്ട്രഗിളാണ് അയാൾക്ക് ആ ഒരു ഗെയിം കംപ്ലീറ്റ് ചെയ്യാനായിട്ട് എടുക്കേണ്ടി വരുന്നത്. പുള്ളിക്ക് ആ ഒരു ഒറ്റപ്പെടലിൻ്റെ ഫീൽ നന്നായിട്ട് കിട്ടിയിട്ടുണ്ടാവും. അതെല്ലാം കൂടെ കൂടിയിട്ടുള്ളൊരു ഇമോഷണൽ ബ്രേക്ക് ഡൗൺ ആയിട്ടാണ് എനിക്ക് തോന്നിയത്. ആ ഒരു കരച്ചിൽ കണ്ടു കഴിഞ്ഞാൽ ചേർത്ത് നിർത്താനായിട്ട് തോന്നും. അത് പ്രേക്ഷകരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഇതിനുശേഷമാണ് മറ്റേ കടലമാവിൻ്റെ ഇഷ്യൂ വരുന്നത്. അനുമോൾ കിച്ചൺ ക്യൂനാണല്ലോ, അപ്പോൾ കിച്ചണിൽ അനുമോൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ചെയ്യും. അപ്പോൾ അനുമോളുടെ മുട്ട പൊരിക്കാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ കടലമാവ് വെച്ചിട്ട് ദോശ ഉണ്ടാക്കാമെന്നുള്ളൊരു ഐഡിയ വരുന്നു. അപ്പോൾ അനുമോൾ അത് ചെയ്യുന്നു. രാവിലെ നെവിനൊരു സവോള കൊടുക്കാത്ത ആ ഒരു കാര്യമൊക്കെ അവിടെ പൊങ്ങി വരുന്നു. അപ്പോൾ അതൊരു പ്രശ്നമാകുന്നു. ഈ കിച്ചൺ ഈ സീസണിലൊരു വലിയ പ്രശ്നം തന്നെയാണ് കേട്ടോ. ഒന്നാമതേ ഇത്തിരി പോകുന്ന ഭക്ഷണം കൊടുക്കത്തുള്ളൂ. കഴിഞ്ഞ സീസണിലൊക്കെ എന്തോരം ഭക്ഷണം അവർക്ക് കിട്ടുന്നുണ്ടായിരുന്നു അല്ലേ. പല പരിപാടിയുടെ ഭാഗമായിട്ട് എന്നും പുറത്തൊക്കെ ഇരുന്നൊക്കെ ഉള്ള ഭക്ഷണം കഴിക്കുന്ന പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. എന്തെങ്കിലുമൊക്കെ ഇടയ്ക്കൊക്കെ ഓരോ ടാസ്കിൻ്റെ ഭാഗമായിട്ട് പുറത്തൊക്കെ ഇരുന്നവർ ലാവിഷായിട്ട് ഫുഡ് അടിക്കുന്നതാണായിരുന്നു. ഈ സീസണിൽ അങ്ങനെ ലാവിഷ് ഫുഡ് അടിയില്ല. അതുകൊണ്ട് ഫുഡുമായി ബന്ധപ്പെട്ട് വലിയ പ്രശ്നങ്ങളാണ്. പിടിച്ച് പറിക്കുന്നു, കരയുന്നു. ഇവിടെ അനുമോളുടെ പോയിന്റ് ക്ലിയർ ആണ്, വെരി ക്ലിയർ. ഞാൻ എല്ലാവരുടെ മുമ്പ് വെച്ചല്ലേ എടുത്തത്, കട്ടല്ലല്ലോ എടുത്തത്, ഞാൻ അമ്മൂമ്മയ്ക്കല്ലേ വിളിച്ചത്, അച്ഛനല്ലല്ലോ അല്ലെങ്കിൽ അമ്മയ്ക്കല്ലല്ലോ വിളിച്ചത്. ഇങ്ങനെയുള്ള പോയിന്റുകളാണ് വെരി ക്ലിയർ. ഇത് മനസ്സമാധാനത്തോടെ കഴിക്കാതിരിക്കാൻ വേണ്ടിയുള്ള സാഹചര്യം ഒരുക്കുക എന്നുള്ളതായിരിക്കാം നെവിൻ്റെ ഉദ്ദേശം. അല്ലെങ്കിൽ പിടിച്ച് പറിച്ച് കഴിക്കുക എന്നുള്ള ഒരു ഉദ്ദേശം നെവിൻ ഉണ്ടായിക്കൂടാ എന്നില്ല. കാരണം അയാൾ അങ്ങനത്തെ ഒരു ചങ്ങായിയാണ്. അപ്പോൾ അനുമോളുടെ പുറകെ നടക്കുന്നു, അനുമോൾ അതെല്ലാം കൂടെ കുത്തി വായിലേക്ക് കയറ്റുന്നു. അത് കണ്ടപ്പോൾ പേടിയായിപ്പോയി കേട്ടോ. അങ്ങനെയൊക്കെ കുത്തി കയറ്റി ചോക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഒന്നാതെ ഈ ഭക്ഷണം വായിലിട്ടൊന്ന് അലിപ്പിച്ച് ഉള്ളിലേക്ക് ഇറക്കാൻ വേണ്ടിയുള്ള ഒരു സമയം വായിക്കും നാവിനൊക്കെ കൊടുക്കണ്ടേ, ഒരു സാവകാശമൊക്കെ കൊടുക്കണ്ടേ. അത് റിസ്ക്കാണ്. നെവിൻ്റെ ആ ഒരു കളി എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. നെവിനപ്പോൾ ഈ ഹൈജീൻ കിറ്റോ മേക്കപ്പ് കിറ്റോ ഒക്കെ എടുത്തുകൊണ്ട് ഓടുകയാണ് അനുമോളുടെ. അത് എറിയുമെന്ന് ഭീഷണിപ്പെടുത്തുകയാണ്. അപ്പം അങ്ങനെയൊക്കെ ഉള്ള ഒരു പരിപാടി. ഏതായാലും അനുമോൾ അതിനകത്തോട്ട് കിച്ചണിൽ കയറുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ബാക്കിയുള്ള ആളുകൾ പറഞ്ഞു അത് ഇപ്പോൾ നീ കയറിയില്ലെങ്കിൽ ഞങ്ങൾ പച്ചക്കാണെങ്കിലും കഴിക്കും. ഷാനവാസല്ലേ പറഞ്ഞത്. നെവിൻ കുക്ക് ചെയ്യാമെന്ന് പറയുന്നുണ്ട്. അയാൾ കുക്കിംഗ് കൊടുക്ക്, എന്നിട്ട് അവിടെ അനുവിനെ കാവലിരുത്ത്. അയാൾ അങ്ങനെ കുക്ക് ചെയ്യുമെന്ന് അറിയാമല്ലോ. എനിക്ക് തോന്നുന്നു നെവിൻ ഒരു ഈ ഫുഡിൻ്റെ കാര്യത്തിൽ ഒരു വല്ലഭൻ തന്നെയാണ്. അപ്പോൾ എന്തെങ്കിലുമൊക്കെ വെച്ചിട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി തരും. പുള്ളിക്ക് അത് വലിയ സന്തോഷമുള്ളൊരു സംഗതി ആയിരിക്കാം. കൊടുത്ത് നോക്കിയിട്ടില്ല എന്ന് തോന്നുന്നു ഇതുവരെ. ഒന്ന് കൊടുത്തു നോക്കാം എന്ന് ഞാൻ വിചാരിക്കുകയാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക. നന്ദി.